ശാന്തി. ഒരിക്കലൊരു നദീതീരത്ത് 3 സന്യാസിമാർ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്നുണ്ടായിരുന്നു. അവരുടെ നിഷ്കളങ്കമായിരിക്കുന്ന പ്രാർത്ഥന, അവരുടെ സമർപ്പണം, അവരുടെ ത്യാഗം, തപസ്, ഇതൊക്കെയും കൊണ്ട് ഒരുപാട് ആളുകൾ അവരിൽ ഒരുപാട് ആകൃഷ്ടരായി മാറി. അവരാശ്രമത്തിൽ വരികയും അവരെ കാണുകയും അവരുടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും മനസ്സിന് സുഖവും സന്തോഷവും പകർന്നുകൊണ്ട് തിരിച്ച് അവനവൻ്റെ ഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നാളങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവർ ശ്രേഷ്ഠ മഹാപുരുഷന്മാരാണ് എന്നതായിരിക്കുന്ന പ്രസിദ്ധി അങ്ങ് പരക്കാൻ തുടങ്ങി. ആ നദിയുടെ അക്കരെയുള്ളതായിരിക്കുന്ന രാജ്യത്തിലെ മഹാപുരോഹിതനും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞു. അപ്പം അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെങ്ങനെ സന്യാസിമാരായി? ദീക്ഷ പോലും സ്വീകരിക്കാതെ ജീവിക്കുന്ന 3 ഏതോ പുരുഷന്മാർ, ഇവർ മഹാപുരുഷന്മാരാണ്, സന്യാസിമാരാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുകയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവരെ കാണാൻ പോവട്ടെ എന്നുള്ള വിചാരത്തിൽ അദ്ദേഹം ഒരു ദിവസം ഒരു തോണിയിൽ ആ നദി കടന്ന് ആശ്രമത്തിൻ്റെ പരിസരത്തിൽ വന്നിറങ്ങി. ഇവർ വരുന്ന സമയത്ത് ഇവർ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സത്സംഗത്തിൽ അവരിയ്ക്കുന്നുണ്ടായിരുന്നത് വെറും നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് ആളുകളോട് സംസാരിക്കുന്നു. അവരും സാധാരണയായിട്ടിരിക്കുന്നു. ഇരിക്കുന്ന ആളുകൾ അവിടെ ഇങ്ങനെ രസിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഹാപുരോഹിതൻ അവരുടെ ആർഭാടത്തോടുകൂടി അവരുടെ പ്രൗഢിയോടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഈ 3 പേരും എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അതോടുകൂടി മഹാപുരോഹിതൻ്റെ അഹങ്കാരം അങ്ങ് മേലെ എത്തിപ്പോയി. ഈ പറയുന്നതായിട്ടുള്ള ആളുകൾ ഒന്നും തന്നെയല്ല, കണ്ടില്ലേ, വെറും നിലത്തിരുന്നിട്ട് ആളുകളോട് ഇങ്ങനെ സംസാരിച്ച് ആരെങ്കിലും സത്സംഗം നടത്തുമോ എന്നൊക്കെ മനസ്സിൽ പുച്ഛത്തോടെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പ്രൗഢിയോടെ വന്നവിടെ നിൽക്കുകയാണ്. അവരിയ്ക്കാൻ പറഞ്ഞു. എവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു. ഇരിക്കാനുള്ള ആസനങ്ങളൊന്നുമില്ല, അവർ വിരിച്ചൊരു വിരിപ്പ് മാത്രം. അങ്ങനെ പുരോഹിതൻ പറയുകയാണ്, ഇവിടെ എനിക്ക് ഇരിക്കാനുള്ളതായിരിക്കുന്ന അവസ്ഥയൊന്നും ഞാൻ കാണുന്നില്ല. ഒരു കാര്യം എനിക്കറിയണമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത്, നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന പഠിപ്പിക്കുന്നുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനയും തപസ്സിലും ഒരുപാട് പേര് വരുന്നു, ഒരു കൊക്ക നേട്ടങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങൾ എന്ത് പ്രാർത്ഥനയാണ് ചെയ്യുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ പഠിപ്പും അറിവും ഒന്നും ഇല്ലാത്ത പാവങ്ങളാണ്, ഗ്രാമത്തിലെ ആളുകളാണ്, ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ത്രിമൂർത്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ആ ത്രിമൂർത്തി, ഞങ്ങളും 3 ആളാണ്, അവരും 3 ആളാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളും 3 ആണ്, നിങ്ങളും 3 ആണ്, നിങ്ങളുടെ കൃപ ഞങ്ങൾക്ക് തരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒന്നും അറിയില്ല. ഇങ്ങനെയോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ 3 അവരും 3 എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനയുടെ വലിയ വലിയ കീർത്തനങ്ങൾ അങ്ങനെ ചൊല്ലി. ഇത് കേട്ടപ്പോൾ ഇവരാകെ പകച്ചുപോയി സന്യാസിമാർ. അവർ പറയും, പ്രഭോ, അങ്ങേപ്പോലെ ഇങ്ങനെ സംസ്കൃതമോ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനയൊന്നും ചൊല്ലാതെ ഞങ്ങൾക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയുടെ രീതി പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ പറയും, പ്രാർത്ഥനയ്ക്ക് എനിക്കും നിനക്കും നിന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ഒരേ വിധമേ ഉള്ളൂ. ഈ വിധത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് സ്വർഗ്ഗ കവാടം തുറക്കാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചേ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇവരാകെ വിവശരായി പറയുകയാണ്, എങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി അതൊന്നുകൂടെ ചൊല്ലിത്തരാനുള്ളൊരു മനസ്സ് കാണിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം അങ്ങ് വാനോളം എത്തിപ്പോയി. ഒരിക്കൽ കൂടി തൻ്റെ ശ്ലോകങ്ങളെയൊക്കെ അദ്ദേഹം രസകരമായിട്ടങ്ങ് പാടി കേൾപ്പിക്കും. ഇതൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊന്നുകൂടെ സാഷ്ടാംഗ പ്രണാമം നടത്തി, അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം പൂർണ്ണ അവസ്ഥയിലെത്തി വിചാരിക്കുകയാണ്, ഇത്രയും ആളുകളുടെ മുന്നിൽ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, ഈ സന്യാസിമാരെക്കാൾ വലിയവൻ ഞാൻ തന്നെയാണ് എന്ന്. അങ്ങനെ അതേ അഹങ്കാരത്തോടെ നെഞ്ചു വിരിച്ച് തല ഉയർത്തി നടന്ന് തൻ്റെ തോണിയിലിരുന്ന് അങ്ങനെ തിരിച്ചു പോകാനുള്ള യാത്ര ആരംഭിച്ചു. ആ നദിയുടെ പകുതി ഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് കാറ്റുപോലെ എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ടു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ 3 പേരും വെള്ളത്തിൻ്റെ മേലെ കൂടെ ഭയങ്കര സ്പീഡിൽ ഓടി വരികയാണ്. വന്നെത്തിയതും വെള്ളത്തിൻ്റെ മേലെ തന്നെ ഒരു സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് പറയുകയാണ്, ഗുരു, അങ്ങ് പഠിപ്പിച്ചതായിരിക്കുന്ന ശ്ലോകൻ മറന്നുപോയിരിക്കുന്നു. ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഈ ശ്ലോകൻ ഉച്ചരിച്ച് തരണമെന്ന്. ആ പുരോഹിതൻ്റെ തല കുനിഞ്ഞുപോയി. സ്വന്തം യാത്രയ്ക്ക് വേണ്ടി തോണി ഉപയോഗിച്ച് അദ്ദേഹം വെള്ളത്തിലിരിക്കുകയാണ്. ആ സമയത്ത് വെള്ളത്തിൻ്റെ മേലെ കൂടെ ഓടി വന്നുകൊണ്ട് വെള്ളത്തിൻ്റെ മേലെ നമസ്കരിച്ചുകൊണ്ട് പ്രകൃതി തത്വങ്ങളെപ്പോലും കീഴടക്കിയതായിരിക്കുന്ന 3 സന്യാസിമാർ. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന എന്തോ ആ പ്രാർത്ഥനയായിരുന്നു ശരി,
അത് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും. ഇനിയും നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. വാസ്തവത്തിൽ ഈശ്വരന് നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സോട് കൂടിയിട്ട്, സത്യമായിരിക്കുന്ന മനസ്സോടുകൂടി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ABCD തൊട്ട് Z വരെ പറഞ്ഞാൽ പോലും ഈശ്വരൻ അതെല്ലാം ചേർത്ത് നിങ്ങളുടെ ശ്ലോകനാക്കി എടുത്തോളും. പറയുന്ന ശ്ലോകത്തിലോ പറയുന്നതായിട്ടുള്ള രീതികളിലോ അല്ല കാര്യം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ഈശ്വരനെ സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഹൃദയം കൊണ്ടാണ് ഭഗവാന്റെ മുന്നിൽ സമർപ്പണമായിട്ടുള്ളതെങ്കിൽ, യശോദാമയ്യയുടെ കഥ ഞാൻ ഓർത്തു പോവും. കൃഷ്ണനെ കെട്ടാൻ വേണ്ടി കയറുകൊണ്ട് ഒരലുമ്മ കെട്ടി എന്ന് കഥ പറയുന്നുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെയും ഭാവനയുടെയും 2 കയറുണ്ടെങ്കിൽ ഹൃദയസിംഹാസനത്തിൽ ഈശ്വരനെ ഇരുത്തി നിങ്ങൾക്ക് അടിക്കാമെങ്കിൽ ഈശ്വരൻ്റെ ഹൃദയസിംഹാസനം നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് ഭഗവാന് പാണ്ഡിത്യമല്ല ആവശ്യം, ഭഗവാൻ ആവശ്യം നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സാണ്, സത്യമായിരിക്കുന്ന മനസ്സാണ്. സത്യമനസ്സിലാണ് പ്രഭു വിരാജിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഭഗവാനെ സ്നേഹിക്കണം, ഹൃദയത്തിൽ ഭഗവാനെ കുടിയിരുത്തണം, ആ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കണം. എങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ജീവിതത്തിലാണെങ്കിലും ആ ജീവിതം ധന്യധന്യമാണ്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് സുഖകരമാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.